മൂന്നാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും വന്ന ജ്ഞാനായ കുടിയേറ്റം പോലും അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിൽ നിന്ന് വന്ന് പ്രധാനപ്പെട്ട സ്ഥാനികളും ചുമതലക്കാരും ഒക്കെ പറയുമ്പോൾ മലങ്കര സഭയുടെ ചരിത്രബോധം അത് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. ജ്ഞാനക്കാരെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെയും സീറോ മലബാറുകാരുടെയും പുതുചരിത്ര നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം. എന്താണ് ഉദ്ദേശം? കാരണം ജ്ഞാനക്കാരുടെ ചരിത്രം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് വേദനിപ്പിക്കുന്ന സത്യമാണ്, പെയിൻഫുൾ ട്രൂത്ത് ആണ്. അത് പലരുടെയും കണ്ണിൽ വലിയ കരടാണ്. കാരണം ജ്ഞാനായ കമ്മ്യൂണിറ്റി ചരിത്രത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന സ്മാരകമാണ്. സുറിയാനി സഭയുടെ ജീവിക്കുന്ന സ്മാരകമാണ്. അത് ചരിത്രത്തിന്റെ അപനിർമ്മാതാക്കൾക്ക് അതെന്നും ഒരു അശകുനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അപശകുനത്തെ ഇല്ലാതെ ചെയ്യേണ്ടത് അവരുടെ ആവശ്യകതയാണ്. അതിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യമാണ് അടുത്ത് പറയുന്നത് അറിയോ? ഭയങ്കരമായ കാര്യം. എല്ലാരും ഒന്ന് ചാരി ഇരുന്നോണ്ട്. എന്നാൽ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ മലങ്കര സഭാ ചരിത്രത്തെ വളരെ വികലമാക്കുന്നത് അന്ത്യോക്യൻ ചരിത്രത്തിന്റെ വ്യത്യസ്ത വായനകളാണ്. 3-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും വന്ന ജ്ഞാനായ കുടിയേറ്റം പോലും അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിൽ നിന്ന് വന്ന് പ്രധാനപ്പെട്ട സ്ഥാനികളും ചുമതലക്കാരും ഒക്കെ പറയുമ്പോൾ മലങ്കര സഭയുടെ ചരിത്രബോധം അത് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. അത് ശരി. അപ്പൊ ജ്ഞാനക്കാരൊക്കെ വന്ന് എവിടെ നിന്നാണ് അച്ഛാ? പ്രധാനപ്പെട്ട സ്ഥാനികൾക്ക് വിവരം ഉണ്ടായിരുന്നു. അച്ഛനങ്ങ് വിഷമമാണ്. പൂർവികമായ വിശ്വാസം അതല്ലേ അച്ഛാ? അതല്ലേ അറിവ് അല്ലേ? എഡേസ എന്ന് പറയുന്നത് അന്ത്യോക്യയ്ക്ക് സബ്ജക്റ്റീവ് അല്ലായിരുന്നോ? അതും അല്ലായിരുന്നോ? ഇടക്കാലത്ത് പേർഷ്യക്കാർ എഡേസ കീഴ്പ്പെടുത്തിയെങ്കിലും മോസ്റ്റ്ലി എഡേസ വാസ് ഇൻ റോമൻ എംപയർ. ഇനി അതും അല്ലെന്ന് പറയുമോ? അപ്പൊ അച്ഛൻ ആദ്യം ഒരു കാര്യം ചെയ്യും. അച്ഛനെ ഞാൻ പറഞ്ഞുതരാം. ഈ അച്ഛനെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ലോ കേട്ടോ, കാരണം ഓർത്തഡോക്സുകാർക്ക് വിഷമം വരും. അപ്പൊ അതുകൊണ്ട് കേൾവിക്കാർ ആദ്യം യൂഫ്രട്ടീസ് നദി എങ്ങോട്ടാണ് ഒഴുകുന്നത്, ആ യൂഫ്രട്ടീസ് നദിയുടെ ഇരുകരയിലുമുള്ള സംസ്കാരങ്ങളും നഗരങ്ങളും ഏതൊക്കെയാണെന്ന് പഠിക്കുക. ചുമ്മാ ഇരുന്നിട്ട് അങ്ങോട്ട് വന്ന് തള്ളിമറിക്കുകയാണ്. ജ്ഞാനക്കാരെയാണ് ഇപ്പൊ പിടിക്കുന്നത്. ജ്ഞാനക്കാരെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെയും സീറോ മലബാറുകാരുടെയും പുതുചരിത്ര നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം. നിങ്ങൾക്കറിയോ, ഈ ജ്ഞാനായ സമുദായത്തിൽ ഇപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ, ശുദ്ധരക്ത വിവാദം, വിവാഹം വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണം. അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്ക് കിട്ടുന്നത് ഭയങ്കര പൈസയാണ്. ജ്ഞാനായ സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ജ്ഞാനായ സമുദായത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കാമെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടും. ഞാനൊരിക്കൽ ജ്ഞാനായ സമുദായത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറഞ്ഞപ്പോൾ ഈ ജ്ഞാനായ സമുദായത്തിന്റെ തനിമയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യം, ചരിത്രപരമായ ഒരു ആവശ്യകത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു 4-5 പ്രമുഖർ വിളിച്ചതാണ്, ഫോൺ വിളിച്ച് സംസാരിച്ചതാണ്. അങ്ങനെ പറയരുത്, അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള സത്യങ്ങൾ പറയരുത്. ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതിനിയും പറയും. കാരണം ജ്ഞാനായ സമുദായം സീറോ മലബാർ ചരിത്ര പുങ്കവന്മാരുടെ കണ്ണിലെ കരടാണ്. എങ്ങനെ കുണിച്ചാലും, എങ്ങനെ ഹരിച്ചാലും, എങ്ങനെ മറിച്ചിട്ട് കുണിച്ചാലും പിന്നെ ഇത് മുളച്ചു നിൽക്കുക. അപ്പൊ ജ്ഞാനായ സമുദായം ഒരു ചോദ്യചിഹ്നമാണ്. അതിനെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സീറോ മലബാറുകാരെ അനുവർത്തിക്കുന്നത്. ഞാൻ സീറോ മലബാർ സഭയിൽ ജ്ഞാനായ സമുദായത്തെ പൂർണ്ണമായി ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിന്റെ പൈതൃകവും പാരമ്പര്യവും അഭിമാനപൂർവ്വം സീറോ മലബാർ പുങ്കവന്മാർക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് വേറിട്ടൊരു വ്യക്തിത്വം, ഐഡന്റിറ്റി ജ്ഞാനായ സമൂഹത്തിന് വേണ്ട. അതുകൊണ്ട് ജ്ഞാനായക്കാരെല്ലാം സീറോക്കാരെ കെട്ടുക, സീറോക്കാരും ജ്ഞാനായക്കാരും കെട്ടി ഒന്നാകുക. അങ്ങനെയാണെങ്കിൽ സീറോക്കാർക്ക് ലത്തീൻകാരെയും കെട്ടി ലത്തീൻകാർക്കും കുറി കൊടുത്ത് ലത്തീൻകാരുമായിട്ടൂടെ ഒന്നാകാൻ മേലെ. ആദ്യം സീറോ മലബാറുകാർ ലത്തീൻ സഭയുമായിട്ടുള്ള വർണ്ണവിവേചനം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അസ്പൃശ്യത, അപാർത്തീഡ്, അതൊക്കെ അൺടച്ചബിലിറ്റി, ദ വാൾ, സെപ്പറേഷൻ വാളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നാകുക. അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ജ്ഞാനായക്കാരെ ലിക്വിഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പോയി ജ്ഞാനായക്കാരെ ലിക്വിഡേറ്റ് ചെയ്യാം. അപ്പൊ ഇത് വഞ്ചനയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ അതുപോലെ തന്നെ ചിരിച്ചോണ്ട് ജ്ഞാനായക്കാരെ കാണാൻ പോകുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? കാരണം ജ്ഞാനായക്കാരുടെ ചരിത്രം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് വേദനിപ്പിക്കുന്ന സത്യമാണ്, പെയിൻഫുൾ ട്രൂത്ത് ആണ്. അത് പലരുടെയും കണ്ണിൽ വലിയ കരടാണ്. അത് ജ്ഞാനായ സമുദായത്തിലുള്ള വിരോധം അല്ല. അവർ ശുദ്ധരക്തം, ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിയും അതാത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിച്ചും ആ കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കുക. ഒരു കമ്മ്യൂണിറ്റിയോടും ഇല്ലാത്ത ഒരു കടിയാണ് ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ കാണുമ്പോൾ. കാരണം ജ്ഞാനായ കമ്മ്യൂണിറ്റി ചരിത്രത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന സ്മാരകമാണ്. മനസ്സിലായോ? സുറിയാനി സഭയുടെ ജീവിക്കുന്ന സ്മാരകമാണ്. അത് ചരിത്രത്തിന്റെ അപനിർമ്മാതാക്കൾക്ക് അതെന്നും ഒരു അശകുനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അപശകുനത്തെ ഇല്ലാതെ ചെയ്യേണ്ടത് അവരുടെ ആവശ്യകതയാണ്. അതിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.